നമ്മൾ 5th ചാപ്റ്റർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒരു ടൈപ്പ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ട്രയാങ്കിളിനെ ആംഗിളിന്റെ ബേസ് ആയിട്ട് 3 ടൈപ്സ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അത് നമുക്കറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. ഇതിന്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചു. ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ പ്രോഡക്റ്റ് കണ്ട് ബൈ 2 ചെയ്താൽ മതി. ഹാഫ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. നെക്സ്റ്റ് ടൈപ്പ് ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ഉണ്ട്. ആ 3 ആംഗിൾസും എക്യൂട്ട് ആംഗിൾസ് ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ എക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. അതിന്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചു. എന്ത് ചെയ്താൽ മതി? ഒരു സൈഡും അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനിന്റെയും പ്രോഡക്റ്റിന്റെ ഹാഫ്. അപ്പോൾ ഈ ട്രയാങ്കിളിന് 3 വെർട്ടെക്സ് ഉണ്ട്. 3 വെർട്ടെക്സിന്ന് ഏത് വെർട്ടെക്സിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാലും അതൊക്കെ ട്രയാങ്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും. ട്രയാങ്കിളിന്റെ ഉള്ളിലായിരിക്കും എല്ലാ പെർപെൻഡിക്കുലർ ലൈൻസും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ലൈനും ഈ ലൈനിന്റെയും പ്രോഡക്റ്റിന്റെ ഹാഫ്, ഈ ലൈനിന്റെയും പ്രോഡക്റ്റിന് അങ്ങനെ ഏരിയ കാണാം. ഏരിയയുടെ ഫോർമുല നമ്മൾ ഫോർമുലയായിട്ട് എഴുതി ഹാഫ് BH. ഏതെങ്കിലും ഒരു ആംഗിള് 90 ഡിഗ്രിയേക്കാൾ വലുതായാൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിനെ ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും. അപ്പൊ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിളിന് ഒരു ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിളും മറ്റ് 2 ആംഗിൾസും എക്യൂട്ട് ആംഗിൾസും ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിളുള്ള വെർട്ടെക്സിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അത് ട്രയാങ്കിളിന്റെ ഉള്ളിലായിരിക്കും. നേരെ മറിച്ച് 2 എക്യൂട്ട് ആംഗിളുള്ള വെർട്ടെക്സിന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അത് ട്രയാങ്കിളിന് ഉള്ളിലായിരിക്കില്ല, പുറത്തായിരിക്കും. അപ്പൊ നമ്മൾ ഈ പോയിന്റിന്ന് ഈ വെർട്ടെക്സിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെയാണ് വെർട്ടെക്സ് നിൽക്കണേ, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നാലാണ് ഈ പെർപെൻഡിക്കുലർ ലൈൻ ഈ സൈഡിലേക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു 90 ഡിഗ്രി. അതുപോലെ ഈ വെർട്ടെക്സിന്ന് വരയ്ക്കണമെങ്കിലും എന്ത് വേണം? ഈ വെർട്ടെക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങനെ വരയ്ക്കും 90 ഡിഗ്രി. ഒരു വെർട്ടെക്സിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ട്രയാങ്കിളിന്റെ ഉള്ളിലായിരിക്കില്ല. എക്യൂട്ട് ആംഗിളിന്റെ ട്രയാങ്കിളിന്റെ ഏത് വെർട്ടെക്സിന്ന് വരച്ചാലും അത് ഒക്കെ അതിന്റെ ഉള്ളിലായിരിക്കും. ഇത് ഔട്ട് സൈഡിലായിരിക്കും. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. നമുക്ക് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ നോക്കാം. ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് ട്രയാങ്കിളിന് നെയിം കൊടുത്തു ABC. BC എന്ന് പറയുന്ന സൈഡിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സിന്ന് BCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. അപ്പോൾ ഈ A എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ എന്തായിരിക്കും? ട്രയാങ്കിളിന്റെ ഔട്ട് സൈഡ് ആയിരിക്കും. B ആണ് ഒബ്റ്റ്യൂസ് ആംഗിൾ, A എക്യൂട്ട് ആംഗിൾ ആണ്, Cയും എക്യൂട്ട് ആംഗിൾ. അപ്പൊ Aയിൽ നിന്നും Cയിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്തായിരിക്കും? ട്രയാങ്കിളിന്റെ ഔട്ട് സൈഡ് ആയിരിക്കും. അപ്പൊ A എന്ന് പറഞ്ഞ വെർട്ടെക്സിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെങ്കിൽ BC നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. BC എക്സ്റ്റെൻഡ് ചെയ്തു, A എന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പൊ ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് BC. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള ലെങ്ത് അല്ല എടുക്കേണ്ടത്, ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് തന്നെയാണ് എടുക്കേണ്ടത്. അത് BC. ഇതിവിടെ D എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പെർപെൻഡിക്കുലർ ലൈൻ ഏതാ? AD. അപ്പൊ BC ഇൻറ്റു AD ബൈ 2 ഏരിയ കാണാനുള്ള ഫോർമുല. ഇനി നമ്മൾ ഫോർമുലയിൽ എഴുതുകയാണെങ്കിൽ ഇത് ബിയും ഇത് H ആയിട്ട് എടുത്തു. ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ലൈൻ. അപ്പൊ ഏരിയ കാണാനുള്ള ഫോർമുല എന്തായി? ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അപ്പോഴും ഫോർമുല സെയിം തന്നെ, പെർപെൻഡിക്കുലർ ലൈനിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുമ്പോൾ ഈ ലൈൻ എടുക്കണം. ലെങ്ത് എന്താണ്? B. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള ലെങ്ത് B എടുക്കാൻ പാടില്ല. ഇവിടെ തുടങ്ങി ഇവിടെയുള്ള ലെങ്ത് ആണ് B. അപ്പൊ ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ ABCയുടെ ഏരിയ കാണണം. ട്രയാങ്കിൾ ABCയുടെ BC തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. അപ്പോൾ ഹാഫ് BH എന്ന് പറയുമ്പോൾ
ബി എ ഇതും. എച്ച് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ബി സിയിലേക്ക് വരയ്ക്കണ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത്. അപ്പൊ ബി എ എന്ന് പറയുന്ന ലൈനിൽ നിന്ന് ബി സിയിലേക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണമെങ്കിൽ ബി ഡി എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഏരിയ എന്താ? 1/2 × 6 × 4 2 3 times equal to 12 square centimeter. അപ്പോൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് കൊടുത്തു, അവിടെ നിന്ന് വരയ്ക്കണ പെർപെൻഡിക്കുലർ ലൈൻ. സൈഡ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നോക്കേണ്ടത് സൈഡ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് ഏരിയ കാണാൻ. AD. പേജ് നമ്പർ 77 ക്വസ്റ്റ്യൻ ആണ്. എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 30 meters long and 10 meters wide. Within it, a triangular part is marked for planting. ക്വസ്റ്റ്യനില് 30 meter ലെങ്ത്തും 10 meter വൈഡും ഉള്ള ഒരു റെക്ടാങ്കുലർ പ്ലോട്ട് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ്. ഷെയ്ഡഡ് പോർഷൻ ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതില് ഈ ലെങ്ത് തന്നിട്ടുണ്ട് 20 meter. അപ്പൊ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് കിട്ടിയാല് ആ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈനും നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഇതാണ്. വെർട്ടെക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. അപ്പൊ ഈ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? ഈ ലൈനും സെയിം ആണ്. അപ്പൊ ഈ ലൈനിന്റെ ലെങ്ത് 10 meter ആണ്. അപ്പൊ ഏരിയ എന്താ? ഇതിന്റെ പ്രോഡക്റ്റ് ബൈ 2. 20 × 10/2. 1/2 × BH. 2 20 10 കഴിഞ്ഞു. അപ്പൊ 100 square meter is the answer. Next question. What is the area of the triangular part to the right of area for the plantain? Plantain plan ചെയ്യാനാണ് ഈ ഷെയ്ഡഡ് പോർഷൻ. അതിന്റെ റൈറ്റിലുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റിലുള്ള ട്രയാങ്കിൾ ആണ് ഇത്. ആ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് റെക്ടാങ്കിൾ ഷേപ്പാണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 degree ആയിരിക്കും. റെക്ടാങ്കിളിന്റെ 4 വെർട്ടെക്സിലുള്ള ആംഗിൾ 90 degree ആണ്. അപ്പൊ ഇത് 90 degree ആണ്. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ പ്രോഡക്റ്റ് ബൈ 2. പെർപെൻഡിക്കുലർ സൈഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 16 meterഉം ഇത് 10 meter ആണ്. അപ്പൊ 16 × 10/2. 16 2 8 10 equal to 80 square meter. അപ്പോൾ ഈ പോർഷന്റെ ഏരിയ കിട്ടി, ഈ പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ടു ദ ലെഫ്റ്റ് ഓഫ് ദ പ്ലാന്റൈൻ ഏരിയ? പ്ലാന്റൈൻ ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഫിഗറിന്റെ നെയിം എന്താ? ട്രപ്പീസിയം. ട്രപ്പീസിയം എന്ന് പറയുന്നത് എന്താ? ട്രപ്പീസിയം ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. ഇതിന്റെ കണ്ടീഷൻ ഏതാണ്? 1 pair of opposite sides പാരലൽ ആണ്. ഈ രണ്ട് സൈഡും പാരലൽ ആണ്. മറ്റു സൈഡ് എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം. അപ്പൊ ഈ ഫിഗറിൽ ഈ രണ്ട് സൈഡ്സും പാരലൽ ആണ്. ഇങ്ങനെ ആയിരിക്കണം. ഇത് ട്രപ്പീസിയാണ്. ഇതിലെ ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. മറ്റു രണ്ട് സൈഡ്സും പാരലൽ ആയാലും കുഴപ്പമില്ല, ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ രണ്ട് സൈഡ്സും പാരലൽ ആണ്. അപ്പൊ ഇത് ട്രപ്പീസിയാണ്. ട്രപ്പീസിയത്തിന്റെ കണ്ടീഷൻ എന്താ? 1 pair of opposite sides are parallel. അപ്പൊ ഇത് ഒരു ട്രപ്പീസിയാണ്. ഇതിന്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. ഇതിന്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഫുൾ റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ട്രപ്പീസിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ ആഡ് ചെയ്ത് അതിൽ നിന്ന് മൈനസ് ചെയ്യുക. റെക്ടാങ്കിളിന്റെ ഏരിയ എത്രയാ? 30 ലെങ്ത് × 10 300 സ്ക്വയർ മീറ്റർ റെക്ടാങ്കിളിന്റെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിരുന്നു? 100 സ്ക്വയർ മീറ്റർ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിരുന്നു? 80 സ്ക്വയർ മീറ്റർ. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 180 സ്ക്വയർ മീറ്റർ. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയന്ന് 180 സ്ക്വയർ മീറ്റർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കിട്ടും. അപ്പൊ 300 മൈനസ് 180 ഈക്വൽ ടു 120 സ്ക്വയർ മീറ്റർ. അപ്പൊ ട്രപ്പീസിയത്തിന്റെ ഏരിയ 120 സ്ക്വയർ മീറ്റർ.
പേജ് നമ്പർ 77 ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. In triangle ABC, angle of B is right. Its area is 48 square centimeter and length of BC is 8 centimeter. Side of BC is extended by 6 centimeters to D. What is the area of triangle ABC? Figure തന്നിട്ടില്ല, ഫിഗർ നമുക്ക് വരയ്ക്കണം. ട്രയാങ്കിൾ ABCയിലെ ആംഗിൾ ഓഫ് B is right. റൈറ്റ് മീൻസ് എന്താ? ആംഗിൾ B റൈറ്റ് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ABC വരച്ചു. ട്രയാങ്കിൾ ABC വരയ്ക്കാം. ട്രയാങ്കിൾ ABC, B റൈറ്റ് ആംഗിൾ ആണ്. ഇറ്റ്സ് ഏരിയ ഈസ് 48 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് 48 സ്ക്വയർ സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് BC ഈസ് 8 സെന്റിമീറ്റർ. BCയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ്. സൈഡ് ഓഫ് BC ഈസ് എക്സ്റ്റെൻഡഡ് ബൈ 6 സെന്റിമീറ്റേഴ്സ് ടു D. BC D വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. 6 സെന്റിമീറ്റർ. BC എക്സ്റ്റെൻഡ് ചെയ്തു 6 സെന്റിമീറ്റർ. BC എക്സ്റ്റെൻഡ് ചെയ്തു, D മാർക്ക് ചെയ്തു. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC? ADCയുടെ ഏരിയ ആണ് ചോദിച്ചേക്കുന്നത്. ADC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണെങ്കിൽ ഇവിടെ എന്ത് വേണം? എയും ഡിയും ജോയിൻ ചെയ്യണം, എന്നാലാണ് ട്രയാങ്കിൾ ആവുള്ളൂ. അപ്പോൾ എയും ഡിയും ജോയിൻ ചെയ്യും. ട്രയാങ്കിൾ ACDയുടെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ACD എന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിൾ? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിന്റെ കാരണം എന്താ? ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾ ആണ്. B റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ സിയും എക്യൂട്ട് ആംഗിൾ ആയിരിക്കും. 90 ഡിഗ്രിയിലും ചെറുതായിരിക്കും. അപ്പൊ ഇത് 90 ഡിഗ്രിയിലും ചെറുതായാൽ ഈ രണ്ട് ആംഗിളും ലീനിയർ പെയർ ആണ്. ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയിലും വലുതായിരിക്കും. അപ്പൊ ട്രയാങ്കിൾ ACD എന്ന് പറയുന്നത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ സൈഡ് തന്നിട്ടുണ്ട്, CD തന്നിട്ടുണ്ട്. ഏരിയ കാണാൻ എന്ത് വേണം? ഈ CDയിലേക്ക് ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കണ പെർപെൻഡിക്കുലർ ലൈൻ വേണം. എന്ന് വരയ്ക്കണ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് ACD ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് എന്തായിരിക്കും? അത് ട്രയാങ്കിളിന് ഔട്ട് സൈഡ് ആയിരിക്കും. അപ്പൊ എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആണ് ഇത് AB. ഇവിടെ ഓൾറെഡി CD എക്സ്റ്റെൻഡ് ചെയ്ത് B വരെ ഉണ്ട്. അപ്പോ AB ആണ് ഈ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ലൈൻ. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? AB ഇൻറ്റു ട്രയാങ്കിളിന്റെ സൈഡ് എന്താ? ACD ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ CD ആണ്. ഈ 8 കൂടി എടുക്കാൻ പാടില്ല. CDയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ പുറത്തായാലും നമ്മൾ സൈഡിന്റെ മെഷർ തന്നെയാണ് എടുക്കേണ്ടത്. AB ഇൻറ്റു CD ബൈ 2. CD അറിയാം, പക്ഷെ AB അറിയില്ല. അപ്പൊ AB കണ്ടുപിടിക്കാൻ. പക്ഷെ ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABCയുടെ ഏരിയ 48 ആണ്. ഈ ട്രയാങ്കിൾ ABCയുടെ ഏരിയ തന്നിട്ടുണ്ട്, ഒരു സൈഡും തന്നിട്ടുണ്ട്. അപ്പൊ മറ്റേ സൈഡ് AB കണ്ടുപിടിക്കാലോ. ട്രയാങ്കിൾ ABCയുടെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? AB ഇൻറ്റു BC ബൈ 2. അതായത് പ്രോഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ബൈ 2 ഈക്വൽ ടു എന്താ? 48 തന്നിട്ടുണ്ട്. അതിൽ BC നമുക്കറിയാം, AB അറിയില്ല. അപ്പൊ AB ഇൻറ്റു BC ഇസ് 8 by 2 equal to 48. 2 8 എത്ര ടൈമാ? 4 ടൈം. അപ്പൊ നമുക്ക് 4AB equal to 48 എന്ന് കിട്ടും. അപ്പൊ AB കണ്ടുപിടിക്കാൻ AB equal to 48 by 4 equal to 12 സെന്റിമീറ്റർ. അപ്പൊ ഈ AB കിട്ടി, നമുക്ക് എന്ത് കിട്ടി? 12 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ട്രയാങ്കിൾ ACDയുടെ ഏരിയ കണ്ടുപിടിച്ചൂടെ? പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് അറിയാം 12 സെന്റിമീറ്റർ, ഒരു സൈഡും അറിയാം. അപ്പോൾ AB is 12 സെന്റിമീറ്റർ ഇൻറ്റു CD is 6 by 2. 2 12 6 times. 6 into 6 36 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഉണ്ട്. ഇവിടെ രണ്ട് കാര്യം ചെയ്യുന്നത്, ഒന്ന് ഒരു ട്രയാങ്കിളിന്റെ ഏരിയയും തന്നു, ഒരു സൈഡും തന്നു, മറ്റേ സൈഡ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഏരിയയുടെ ഫോർമുലയിൽ എഴുതി ഈ സൈഡ് കണ്ടുപിടിച്ചു. പിന്നെ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് കിട്ടി, മൾട്ടിപ്ലൈ ചെയ്തു, ബൈ 2 ചെയ്തു. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞിട്ടുണ്ട്. ഈ ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക് യു.